നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഇതിൽ അവസാനത്തേതായിട്ടുള്ള കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,454ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ച് കൊല്ലവർഷം 1201, ചിങ്ങമാസം 16-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947, ഭാദ്രപദ മാസം 10-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. ശുക്ലപക്ഷമാണ്. തിഥി നവമി തിഥിയാണ്. 2:43 രാത്രിയിൽ വരെയുള്ള സമയത്ത് നവമി തിഥി വരുന്നുണ്ട്. കരണം വരുന്നത് പുലികരണമാണ്. 1:54 രാത്രി വരെയുള്ള സമയത്തും പുലി കരണം വരുന്നുണ്ട്. നിത്യയോഗം വരുന്നത് വിഷ്കംഭ നാമ നിത്യയോഗമാണ്. വൈകിട്ട് 4:31 വരെയുള്ള സമയത്ത് വിഷ്കംഭ നാമ നിത്യയോഗം ഉണ്ട്. ഇന്ന് നാൾ അതായത് നക്ഷത്രം വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. വൈകിട്ട് 7:55 വരെ ഈ തൃക്കേട്ട നക്ഷത്രം വരുന്നുണ്ട്. ഞാറ്റുവേല പൂരം ഞാറ്റുവേലയാണ്. വർഷ ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം തിങ്കൾ, ചന്ദ്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:25 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:29 19 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 10 മിനിറ്റ് 54 ആണ്. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം. അത് ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട്, ഏതാനും സെക്കൻഡുകൾ വെച്ച് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:49 തുടങ്ങി 9:21 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:55 മുതൽക്ക് 3:26 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് 10:52 മുതൽക്ക് 12:23 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ വർജ്യകാലങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം ഇങ്ങനെയാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. യാത്രകൾ, പ്രധാനപ്പെട്ട യാത്രകൾ, അതുപോലെ പുതിയ സംരംഭങ്ങൾ ഇതെല്ലാം അവർ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:59 തുടങ്ങി 12:21 വരെയും തുടർന്ന് 4 മിനിറ്റ് മധ്യം വർദ്ധിച്ചിട്ട് 12:25 മുതൽക്ക് 12:47 വരെയാണ്. 11:59 മുതൽക്ക് 12:47 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. മധ്യത്തിൽ 4 മിനിറ്റ് വർദ്ധിക്കുന്നു മധ്യമാകയാൽ. ഈ മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും ഇന്നേ ദിവസം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ശത്രു ദമനം അഥവാ ശത്രുവിനെ നേരിടുക, പ്രഹരകർമ്മങ്ങൾ, ലോഹകർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾ, അതുപോലെ എണ്ണ കാച്ചുക, ഇതൊക്കെ അനുകൂലമാണ്. വേദകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നവമി തിഥിയാണ്. അതും അനുകൂലമായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണ്. യുദ്ധം, കലഹം, ചൂതുകളിക്കുക, വിഷ, അഗ്നി, ശസ്ത്രങ്ങളെ പരസ്പരം സംയോജിച്ചുകൊണ്ടുള്ള ക്രിയകൾ ചെയ്യുക, ഇതൊക്കെയാണ് നവമി തിഥിക്ക് പറഞ്ഞിട്ടുള്ളത്. തൃക്കേട്ട നക്ഷത്രവും നവമി തിഥിയുമായിട്ടുള്ള ഇന്ന് ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ വർജ്യമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.